ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയത്തി രേവതിയോട് പറയുകയാണ്, ചേച്ചി പൈസ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം ചേച്ചി, എനിക്കൊരു ഫിനാൻസറെ അറിയാം, ആ ഫിനാൻസറോട് ചോദിച്ചാൽ മതി, അവർ പൈസ തരും എന്ന് പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ, ബുദ്ധിമുട്ടോ എനിക്കോ? എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു ഉപകാരമെങ്കിലും ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് വളരെയേറെ മോശമായ കാര്യമല്ലേ ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയിക്കോ, ഉറപ്പായിട്ടും ഈ ഒരു ഇത് നമുക്ക് തന്നെ കിട്ടും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു വിടുകയാണ്. ഇവിടെ ദേവ്, പക്ഷേ ദേവ് ആണെങ്കിൽ പൈസക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്നൊരു സമയമാണല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ചന്ദ്രേ, ഇതെന്താ ചന്ദ്രേ, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഞാൻ സന്തോഷത്തിൽ തന്നെയാണ്. അതെ, നീ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്തേ ഭാമേ. സ്വീറ്റ്സോ? എന്തിനും? അതൊക്കെ പറയാം, നീ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങ് എടുക്ക് ഭാമേ, പറയാന്നേ. ഇവിടെ സ്വീറ്റ്സ് ഒന്നുമില്ല, നീ ഉള്ള കാര്യം പറയാം. അതിന് മുമ്പേ ഹേമയും കൂടി ഇങ്ങോട്ട് വരട്ടെ. ഹേമയോ? അവളും കൂടി ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ ദേ ഹേമ വരിക. അപ്പോൾ ഹേമ ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് വരൂ ഹേമേ, വന്നിരിക്കുക ഹേമ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എന്തിനാ ചന്ദ്രൻ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അതെ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. എന്താ സന്തോഷ വാർത്ത? നിന്റെ മരുമകൾ വലിയ ഇതിലായിരുന്നല്ലോ. അയ്യോ, മരുമകളൊന്നും പറയല്ലേ, എനിക്ക് അവളെ മരുമകളായിട്ട് കണക്കൂട്ടുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, പിന്നെ നിന്റെ മരുമകൾ ആരാ? ശ്രുതിയാണോ? ദേ ഭാമേ, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ചുമ്മാ അതും പറഞ്ഞ് മനുഷ്യൻ്റെ മൂഡ് കളയല്ലേ. പിന്നെ ഹേമേ, ഞാൻ നിന്നെ വിളിപ്പിച്ചതേ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാന്ന് പറഞ്ഞല്ലോ. നിന്നെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ രേവതി, ആ പൂക്കാരി, രേവതിയുടെ വെല്ലുവിളിയൊന്നും നിനക്കും നേക്കാനായിട്ട് പോകുന്നില്ല, അതെനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവൾ ഈ പ്രോജക്റ്റ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ തീരുമാനത്തിലല്ലേ പോയത്. പക്ഷെ ഒരു കാര്യമുണ്ട് ഹേമേ, അവളെ പൂക്കടയിൽ പോയി ചോദിച്ചായിരുന്നു, പൂവിന് അഡ്വാൻസ് 5 ലക്ഷം രൂപ കൊടുക്കണം അത്രേ. ഈ 5 ലക്ഷം രൂപ അവളുടെ കയ്യിൽ എടുക്കാനുണ്ടോ? ഇല്ല. അവൾ പൈസക്ക് വേണ്ടി തേരാപ്പാരം നടക്കുക. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു പൈസയ്ക്ക് വേണ്ടി, പക്ഷേ ഞാനതവിടെ മുടക്കി. ആധാരം കൊടുക്കണമെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു, പക്ഷേ ഞാനതിന് സമ്മതിച്ചില്ല ഹേമേ. അവൾ അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും നല്ലൊരു കാര്യമാണല്ലോ ചന്ദ്രേ, യാതൊരു കാരണവശാലും അവളുടെ കയ്യിൽ ആ പൈസ കിട്ടാൻ പാടില്ല. ഇനി വേറെ ഏതെങ്കിലും വഴി അവൾ പൈസ ഒപ്പിക്കുമോ? പിന്നെ അവൾ ഏത് വഴി പൈസ ഒപ്പിക്കാനായിട്ട് പോകുന്നു? ഒരു വഴിയും പൈസ ഒപ്പിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇവളെ പോലുള്ള ദരിദ്രവാസിക്ക് ആര് പൈസ കൊടുക്കാനാണ് എൻ്റെ ഹേമേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആണല്ലേ, അപ്പോൾ അവൾക്ക് പൈസ കിട്ടില്ല, തീർച്ചയായിട്ടും അവൾക്ക് പൈസ കിട്ടില്ല. ഈ ഒരു പ്രൊജക്റ്റ് അത് ഹേമക്ക് തന്നെ കിട്ടും. അവളെ പൊട്ടിപ്പാളീസാവും. അവൾ കുത്തുവാളെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും എൻ്റെ ഹേമ എന്ന് പറയുകയാണ്. ചന്ദ്രേ, ഈ ഒരു വിവരം അറിയിച്ചതിലേ വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ വിവരം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ അറിയിച്ചോളാം, ധൈര്യമായിട്ട് പോയിക്കാം. എന്നാൽ ശരി, ഞാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഹേമ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഭാമയുടെ മുഖം വലിയ സന്തോഷമൊന്നുമില്ല. എന്താ ഭാമേ, നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്? പിന്നെ എനിക്കൊരു സന്തോഷമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ സന്തോഷിക്കും. പാവൻ രേവതി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ രേവതിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതേ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. പാവൻ രേവതി പോലും, അവളെ പഠിച്ച കള്ളിയാണ്, അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? നിൻ്റെ ശ്രുതി മോളെയോ? അവളുടെ കാര്യം എൻ്റെ മുന്നിൽ പറഞ്ഞു പോകരുത്, എല്ലാം ഉപേക്ഷിച്ച ഇതിൽ തന്നെ നടക്കുകയാണ് ഞാൻ എന്നവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവു. അപ്പോൾ ദേവു ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ദേവു നടന്നു പോകുന്ന സമയത്താണ് അരുൺ വരുന്നത്. ദേവു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അരുണോട് ഉണ്ടായിരുന്നോ? ഇത് എങ്ങോട്ട് പോകുന്നു ദേവു? ഞാനേ ഒരു ഫിനാൻസറെ കാണാൻ വേണ്ടി പോവാണ്. ഫിനാൻസറെയോ? എന്തിനാ ദേവു ഫിനാൻസറെ കാണാൻ വേണ്ടി പോകുന്നത്? അത് പിന്നെ കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പൈസയുടെ ആവശ്യമോ? നിനക്കിപ്പോൾ എന്താ പൈസയുടെ വലിയ ആവശ്യം? എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല, ചേച്ചിക്കാണ് പൈസയുടെ ആവശ്യമേ. ചേച്ചിക്ക് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. 8.25 ലക്ഷത്തിൻ്റെ ഒരു ഓർഡറാണ് വന്നിരിക്കുന്നത്. പക്ഷെ അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ 4 ലക്ഷം രൂപ ചേച്ചിയുടെ കയ്യിലുണ്ട്. 1 ലക്ഷം കൂടി കിട്ടണം. അതിനു വേണ്ടി ഞാനൊന്ന് ഫിനാൻസറെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ഇത് കേട്ട് അരുണ് ഭയങ്കര സങ്കടം തോന്നുക. അപ്പോൾ അരുൺ പറയുകയാണ്, അപ്പം അങ്ങനെ എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയായിരുന്നില്ലേ? അരുണിനെ
ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. ഓഹോ, അപ്പം എന്നോട് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ദേവ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അയ്യോ അരുണേ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്രയ്ക്കും വേണ്ടായിരുന്നു ദേവു. ദേ ഈ 1,00,000 രൂപയെ ഞാൻ തരാം. അയ്യോ വേണ്ട അരുണേ, ഞാൻ ഫിനാൻസറുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അത് ആ പൈസ അരുണിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതെന്താ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ആ ബിസിനസ് വളരില്ലേ? ആ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പറ്റില്ലേ? അതല്ല, ഒരതും ഇല്ലാതെ അല്ല, ഞാൻ 1,00,000 രൂപ തരും, അതുകൊണ്ട് ചേച്ചിക്ക് കൊണ്ടേ കൊടുത്തോ. വേറെ എങ്ങും പോയി ഒരു ഫിനാൻസറുടെ കയ്യിൽ നിന്നും മേടിക്കണ്ട. ഈ ഫിനാൻസറെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇവരൊക്കെ കൊള്ള പലിശക്കാരാ, നമ്മളുടെ കയ്യിൽ നിന്ന് ഊറ്റി എടുക്കും അവർ. അതുകൊണ്ട് അവരെയൊന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല. പൈസ ഞാൻ തന്നേക്കാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവുവിന് ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ ദേവു നേരെ നമ്മുടെ രേവതി വിളിക്കുകയാണ്. ചേച്ചി ചേച്ചി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേവു. അതെ ചേച്ചി, പൈസ ഒത്തിട്ടുണ്ട് കേട്ടോ ചേച്ചി. ആണോ ദേവു, സത്യമാണോ ഈ പറഞ്ഞത്? സത്യം തന്നെ ചേച്ചി. ചേച്ചിയെ ഉടനെ തന്നെ വേണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ചേച്ചി എൻ്റെ അടുത്തേക്കൊന്ന് വരാവോ? നീ ആ ലൊക്കേഷൻ ഇട്, ഞാൻ വന്നേക്കാം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അരുണോട് ചോദിക്കണം, എന്താരുണേ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനും കൂടി തൻ്റെ ചേച്ചിയെ കാണാം. ആ ചേച്ചി കണ്ട പ്രശ്നമാവും അരുണേ, അതുകൊണ്ട് അരുൺ പോകാൻ നോക്ക്. അല്ല എന്തായാലും ഒന്ന് കാണണമല്ലോ തൻ്റെ ചേച്ചിയെ. അത് സാരമില്ല, കാണേണ്ട സമയമാകുമ്പോൾ കാണാം കേട്ടോ. ഇപ്പം ഏതായാലും പോകാൻ നോക്കാരുണേ. എന്നാ ശരി, ഞാൻ വിട്ടോട്ടെ. എന്നാ വിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ആ പൈസയും കൊടുത്തിട്ട് നേരെ പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ രേവതി വരുന്നു. രേവതി വന്നിട്ട് ഭയങ്കര സന്തോഷം. ദേവു സത്യമാണ് പറഞ്ഞത്, പൈസ കിട്ടിയോ? തീർച്ചയായിട്ടും ചേച്ചി, പൈസ കിട്ടി. ഈ പൈസ പിടിച്ചേ, നിങ്ങൾ 1,00,000 രൂപ നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കണം. ദേവു, നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നീ ഏതെങ്കിലും കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്നാണോ പൈസ മേടിച്ചത്? അവർക്ക് നമ്മൾ പലിശ കൊടുത്ത് നമ്മൾ മടുക്കോ? ഇതൊരു കൊള്ളപ്പലിശക്കാരുടെയും കയ്യിൽ നിന്നല്ല ചേച്ചി മേടിച്ചത്. ഇതേ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഇത്രയും പൈസ തരാൻ മാത്രം നിനക്ക് ഏത് ഫ്രണ്ടാ ഉള്ളത് ദേവു? അതൊരു ക്ലോസ് ഫ്രണ്ടാണ്. ചേച്ചിക്ക് അറിയില്ല ആ ഫ്രണ്ടിനെ കുറിച്ച്. എന്നാലും ദേവു, ഈ ഫ്രണ്ടൊക്കെ തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കണ്ടെന്നേ. ആ ഫ്രണ്ടേ വിശ്വസ്തരാ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി ധൈര്യമായിട്ട് ഈ പൈസ കൊണ്ടുപോ. അല്ല ദേവു, ഏതാ ഫ്രണ്ട്? എന്താ പേര്? എവിടെ താമസിക്കുന്നത്? അതൊന്നും ചേച്ചി ഇപ്പം അറിയണ്ട. ചേച്ചിക്കിപ്പോൾ പൈസ കിട്ടിയില്ലേ, നമ്മുടെ കാര്യം നടക്കണം. ചേച്ചി ഒരിക്കലും താഴ്ന്നു പോകാനായിട്ട് പാടില്ല. അതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചേച്ചി പൈസ കൊണ്ട് കൊടുക്കുക. ഒരുത്തി നടക്കുന്നുണ്ടല്ലോ ചേച്ചിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ പ്രൊജക്റ്റ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ചേച്ചി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. ചേച്ചി നിസ്സാരക്കാരിയല്ലെന്നേ, കാണിച്ചു കൊടുക്കണം. ചേച്ചി പൈസ എല്ലാം ഒത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ 5 ലക്ഷം തികഞ്ഞിട്ടുണ്ട് ദേവു. ദേവു താങ്ക്സ് കേട്ടോ. ചേച്ചി എന്നോടാണോ ചേച്ചി താങ്ക്സ് പറയുന്നത്? ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചേച്ചി. ശരി ദേവു, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്തോടെ പോവുകയാണ് നമ്മുടെ രേവതി. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വല്ലാത്തൊരു ഇതിലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വർഷയുടെ മുടിയൊക്കെ ഇങ്ങനെ തുടച്ചു വയ്ക്കണം. അപ്പോൾ വർഷയ്ക്ക് ഈ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. ഇവളെന്താ കാണിച്ചിടുന്നത്? ഇവളെന്താ കൊച്ചു പിള്ളയാണെന്ന് പറഞ്ഞിട്ട്, വർഷയെ നിനക്ക് കൈയില്ലേ? അപ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട്, വർഷയെ നിനക്ക് കൈയുണ്ടെന്ന് കാണിച്ചു കൊടുത്തേത്. എനിക്ക് കൈയുണ്ടല്ലോ, നീ തന്നെ കളിയാക്കുകയാണോ? അല്ല അമ്മയിലെ ചോദിച്ചത് കൈയുണ്ടോന്ന്. നിനക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ലെന്നാണ് ചോദിച്ചത്. അത് പിന്നെ ഇവള് ഗർഭിണിയല്ല അമ്മേ, അതുകൊണ്ട് ഇവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും, അതേ ഞാനും 3 പേരെ പ്രസവിച്ചിട്ടുണ്ട്, എനിക്കിതൊന്നും ആരും ചെയ്തു തന്നിട്ടൊന്നുമില്ല. അപ്പോൾ സച്ചിക്ക് ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഓഹോ അപ്പം അമ്മ സമ്മതിച്ചു അല്ലേ, അമ്മ 3 പേരെ പ്രസവിച്ചിട്ടുണ്ടെന്ന്. ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ 2 പേരെന്ന് മാത്രം അമ്മയുടെ മക്കള്, എന്നെയും കൂടി മകനായിട്ട് കണക്ക് കൂട്ടിയല്ലേ? അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എന്തിനു ഇതൊക്കെ ഇപ്പം ചെയ്യിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഈ സമയത്തെ കുറച്ച് ജോലികളൊക്കെ ചെയ്യണം, അല്ലെങ്കിലേ അത് വല്ലാത്തൊരു വഷളായി പോകും, മനസ്സിലായോ? വർഷ മടിച്ചായി പോകും. നീ കയറി പോയിക്കണ്ടേ വർഷേ? അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ വർഷ പറയണേ മതിയേച്ചി, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷ കയറി പോവാണ്. കയറി കുറച്ചും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ, സച്ചേട്ടാ ഒരു സന്തോഷ വാർത്ത ഉണ്ട് സച്ചേട്ടാ. എന്ത് സന്തോഷ വാർത്ത? അതേ പൈസ തികഞ്ഞിട്ടുണ്ട്, പൈസ കിട്ടിയെന്നും പറയാ. ഇത് കേട്ട ചന്ദ്ര ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോവാണ്. പൈസ കിട്ടിയോ രേവതി? സത്യമാണ് പറഞ്ഞത്? സത്യം തന്നെയാ, ദേവു എനിക്ക് ഈ പൈസ ഒപ്പിച്ചു തന്നത്.
ദേവുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാ ഈ പൈസ മേടിച്ചത്. ഇത് കേട്ടാ നമ്മുടെ സച്ചിക്ക് വളരെ സന്തോഷം തോന്നിക്കുകയാണ്. അപ്പം രേവതി, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലേ? തീർച്ചയായിട്ടും സച്ചിയേട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഈ ഒരു ഇത് നമ്മൾ നടത്തുക തന്നെ ചെയ്യും. ദേവും എൻ്റെ ഒപ്പം കൂടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര കിളി പോയൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.